Hello readers, welcome back to another episode of Paper Plot. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ജനുവരി റാപ്പപ്പ് വീഡിയോ ആയിട്ടാണ്. ജനുവരി ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു, കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കാരണം ഞാൻ ജനുവരിയിൽ വായിച്ച ഒരു ബുക്ക് പോലും 4 സ്റ്റാറോ 5 സ്റ്റാറോ ആയിരുന്നില്ല. എല്ലാം തന്നെ 2 to 3ന്റെ ഇടയിലായിരുന്നു. ഐ വാസ് സോ ഡിസപ്പോയിന്റഡ്, കാരണം ഒരു ഇയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. ബട്ട് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. കാരണം നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും വളരെ ശക്തിയോടെ. Without further ado, let's get started. So the first book I have read in January is The God of the Woods by Liz Moore. ഇത് എൻ്റെ ബുക്ക് ക്ലബിന് വേണ്ടിയിട്ടുള്ള പിക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഞാനൊരു ബുക്ക് ക്ലബ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആ ഒരു ബുക്ക് ക്ലബിന് വേണ്ടിയിട്ട് ജനുവരി മാസത്തിൽ പിക്ക് ചെയ്ത ബുക്കായിരുന്നു ദ ഗോഡ് ഓഫ് ദ വുഡ്സ്. അപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് ഞാനിത് വായിച്ചത്. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി 2.5 സ്റ്റാർ റീഡ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ ആണെങ്കിലും ഒരുപാട് ലിറ്റററി ഫിക്ഷൻ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിലൊരു സമ്മർ ക്യാമ്പ് ഉണ്ട്. ആ സമ്മർ ക്യാമ്പിൽ നിന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടി കാണാതാവുകയാണ്. അവളുടെ പേരാണ് ബർബറ. അപ്പോൾ അവളുടെ ഫാമിലി തന്നെയാണ് ഈ സമ്മർ ക്യാമ്പ് ഓൺ ചെയ്യുന്നത്. അപ്പൊ അവർ ഭയങ്കര റിച്ച് ഫാമിലിയാണ്. ഇതിൽ ഒരുപാട് മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. നമുക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂലും സ്റ്റോറി എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂലും കിട്ടും. അതുപോലെ 2 ടൈം ലൈനിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഇപ്പോ ബർബറ മിസ്സിംഗ് ആയ ടൈം ലൈനും, അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബർബറയുടെ ബ്രദറും മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈം ലൈനും. അപ്പൊ ഇത് രണ്ടും കൂടി സ്വിച്ച് ചെയ്തിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ ബുക്ക് കംപ്ലീറ്റ്ലി പാക്ഡ് ഓഫ് ലൈക്ക് റിച്ച് ഫാമിലി ഡ്രാമ, അവരുടെ 2 മക്കൾ മിസ്സിംഗ് ആവുമ്പോഴുള്ള ഡ്രാമ, അതൊക്കെയാണ് കംപ്ലീറ്റ്ലി. ഒരു മിഡിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് വായിച്ചിട്ട് പിന്നെ എൻഡിങ്ങിൽ എത്താനാവുമ്പോഴാണ് ബുക്ക് പിക്ക് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ബഗ് ചെയ്തു. അതുപോലെ തന്നെ ഇതിലൊരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ വരുന്നുണ്ട്, ജൂഡിറ്റ എന്ന് പറഞ്ഞിട്ട്. ആ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഈ ഒരു മിസ്സിംഗ് കേസ് നോക്കുന്നത്. ജൂഡിറ്റ ഒരു ന്യൂബാണ്, ലൈക്ക് അവള് ന്യൂ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവൾ കൊണ്ടുപോകുന്ന ആ ഒരു ലെവലിലാണ്. അതും എന്നെ കൈൻഡ് ഓഫ് ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ജൂഡിയുടെ കുറച്ച് ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. ഇവൻ ദോ മിഡിലൊക്കെ കുറച്ച് ബോറടിപ്പിച്ചെങ്കിലും ഐ റിയലി ലവ്ഡ് ദ എൻഡിങ്. ലൈക്ക് ആ ഒരു മിസ്റ്ററിയുടെ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് വാസ് സോ ഗുഡ്. ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള ആ ഒരു ജേർണി എന്റർടൈനിങ് ആയിരുന്നില്ല. ദാറ്റ്സ് വൈ 2.5 സ്റ്റാർ റേറ്റ്. നിങ്ങൾ എൻ്റെ ബുക്ക് ക്ലബിന്റെ പാർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഭാഗമാകണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. എവറി എൻഡ് ഓഫ് ദ മന്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ. ആ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. വേണ്ടവർക്ക് ജോയിൻ ചെയ്യും. വി ക്യാൻ ഡു മോർ ബഡി റീഡ്സ് ടുഗെദർ. It's so much fun. The next book I have read is The White Tiger by Aravind Adiga. ഇതൊരു ഇന്ത്യൻ ബുക്കാണ്. ഞാൻ ഒരുപാട് കാലം എൻ്റെ TBRൽ ഇരിക്കുന്നത്. ബട്ട് ഞാൻ ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല ഇതിലുള്ളത്. ഐ റിയലി എൻജോയ്ഡ് ദിസ്. കാരണം ഇതിൻ്റെ ആ ഒരു റൈറ്റിംഗ് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. പിന്നെ ഇത് പറയുന്ന വേ, ദ നറേഷൻ എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടർ ത്രൂ ആണ് ഈ ഒരു സ്റ്റോറി മൊത്തം നറേറ്റഡ് ആവുന്നത്. ബൽറാം ഒരു പാവപ്പെട്ട ഒരു വില്ലേജിൽ വളർന്നതായിരുന്നു. അവർക്ക് പഠിക്കാൻ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. ബട്ട് അവൻ ഭയങ്കര സ്മാർട്ടായിരുന്നു. അങ്ങനെ അവന് കഷ്ടപ്പെട്ടിട്ടാണ് അവനക്കൊരു ഡ്രൈവർ ആയിട്ട് ജോലി കിട്ടുന്നത് ഫോർ എ റിച്ച് ഫാമിലി. അപ്പൊ ഈ റിച്ച് ഫാമിലിയിലുള്ള ഹസ്ബൻഡ്, വൈഫ്, അവരൊക്കെ ഒരു മുഖ്യ കഥാപാത്രങ്ങളാണ്. ആസ് എ ഡ്രൈവർ ഹി സീപ്സ് ഇൻ ടു ദിസ് ഫാമിലി. അപ്പോഴാണ് അവർക്ക് റിച്ച് പീപ്പിൾ എന്താ, പുവർ പീപ്പിൾ എന്താ, അവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താ, പുവർ പീപ്പിൾ ആവുമ്പോൾ അവന് കിട്ടാത്ത ഫെസിലിറ്റീസ് ഒക്കെ അവന് ഈ ഒരു ഇതായുമ്പോൾ അവനക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ റിച്ച് പീപ്പിളിനെ എത്രത്തോളം സൊസൈറ്റി സ്റ്റേറ്റസ് ഉണ്ട്, അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് എന്തും അവർക്ക് നടക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് അവൻ ആ ഒരു നറേഷനിലൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യനെ നന്നായിട്ട് അവൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന ഇനീക്വാളിറ്റീസ്, കാസ്റ്റ് ഇനീക്വാളിറ്റീസ്, അതുപോലെ അഴിമതി, ഒരുപാട് കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആസ് എൻ ഇന്ത്യൻ എനിക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ആസ് എൻ ഇന്ത്യൻ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓഥർ ഈ ഒരു ബുക്കിലൂടെ, ബൽറാമിലൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതും ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടുള്ള വേയിൽ, ലൈക്ക്
നമ്മൾ ഒഫൻഡഡ് ആവില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. ലൈക്ക് ആ ഒരു ലെവലിലാണ് അവൻ ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക് ബൽറാം ഇതിലൂടെ ഒക്കെ നേടുന്നത് അവനൊരു ബിഗ് സക്സസ്ഫുൾ എന്റർപ്രനർ ആയി മാറാണ്. തുടക്കത്തിൽ തന്നെ അവൻ പറയുന്നുണ്ട് അവനൊരു മേർഡറർ ആണ്, ബട്ട് അവനൊരു എന്റർപ്രനർ ആണ്. സോ അവന്റെ ലൈഫിൽ അവൻ സക്സീഡ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രൈവറായി വർക്ക് ചെയ്തിട്ടാണെങ്കിലും അവന്റെ മാസ്റ്ററിനെ ചതിച്ചിട്ട് അവൻ എൻഡില് അവൻ വലിയൊരു എന്റർപ്രനർ ആയി മാറാണ്. സോ അതില് പറയുന്നത്, അത് ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യണം അവന്റെ ആക്ഷൻസ്. ഒരിക്കലും ഇതുപോലെ ട്രഷറസ് ആയിട്ടുള്ള ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യാതെ ഒരിക്കലും ഒരു പുവർ ആളിന് ഒരിക്കലും വലിയൊരാളായി മാറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ അവൻ ചെയ്ത ആ ഒരു ആക്ടിനെ അവൻ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാണ്. സോ അതൊക്കെയാണ് ബുക്കിലുള്ളത്. അപ്പോൾ നിങ്ങളത് വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്, അവൻ ആ ജസ്റ്റിഫൈ ചെയ്യുന്നത് നമുക്ക് കൺവിൻസിങ് ഇനഫ് ആണോ എന്നൊക്കെ ഉള്ളത്. ബട്ട് ത്രൂ ഔട്ട് ഐ റിയലി ഹാഡ് സോ മച്ച് ഫൺ. കാരണം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയതുകൊണ്ട്. പിന്നെ ബൽറാമിന്റെ ആ ഒരു വേ ഓഫ് നെറേഷൻ, സർക്കാസ്റ്റിക് വേ ഓഫ് നെറേഷൻ വാസ് സോ മച്ച് ഫൺ. So I really enjoyed it. It was a 3-star read for me. The next book I have read in this month is What Feast at Night. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ആണ് അലക്സ് ഈസ്റ്റൺ. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് മൂവ്സ് ദ ഡെഡിന്റെ ആഫ്റ്റർ ആണ്. സോ അലക്സ് ഈസ്റ്റണും അവരുടെ ഫ്രണ്ട് ആങ്കസും കൂടെ അവരുടെ ഒരു ലോഡ്ജിലോട്ട് പോവാണ്. അപ്പൊ അവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, മിസ് പോട്ടർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആ ഒരു ലോഡ്ജിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ലോഡ്ജ് ആകെ ഡിസറയിലാണ്. ലൈക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്, അവിടെയുള്ള കെയർ ടേക്കർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ നെയ്ബേഴ്സ് ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവനക്ക് മനസ്സിലാവും അവന്റെ ആ ഒരു ലോഡ്ജിൽ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ബുക്കാണ്, 180 pages ഉള്ളൂ. ഇതിലെ ഹൊറർ എലമെന്റ്സ് വാസ് സോ മച്ച് ഫൺ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ഐ വോണ്ടഡ് ഇറ്റ് ടു ബി എ ബിറ്റ് മോർ എന്താ പറയാ ലെങ്തിയർ. ഒരു ചെറിയ ഇതില് ആ ഹൊറർ എലമെന്റ്സിന് ഒരു ഡെപ്ത് ഇല്ലാത്ത പോലെ തോന്നി. കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് കുറച്ചും കൂടെ അടിപൊളി ആക്കാമായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് എന്തോ എനിക്ക് ഇഷ്ടമായി. സോ അതുകൊണ്ട് തന്നെ ദിസ് വാസ് എ ഡിസപ്പോയിന്റ്മെന്റ്. ദിസ് വാസ് എ 2.5 star read. ബട്ട് സ്റ്റിൽ എത്ര ടേക്കിംഗ് ഫിഷറിന്റെ ബുക്ക് ഡിസപ്പോയിന്റിങ് ആണെങ്കിലും ഐ ലവ് ഹർ റൈറ്റിംഗ്. ദ റൈറ്റിംഗ് ഈസ് സോ ഗുഡ്. ലൈക്ക് ആ ഒരു ഗോത്തിക് സെറ്റപ്പ് അത് മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വേയില് ഐ ഹാഡ് സോ മച്ച് ഫൺ. ദ നെക്സ്റ്റ് ബുക്ക് ഐ ഹാവ് റെഡ് ഈസ് ഷാർക്ക് ഹാർട്ട്. ദിസ് വാസ് എ 3.5 star read for me. ഇതൊരു സില്ലി ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണ്. ലൈക്ക് നമ്മുടെ ഒരു റിയലിസ്റ്റിക് വേയിലുള്ള ഒരു പ്ലോട്ട് അല്ല, റിയാലിറ്റിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. സോ ഇതിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആണുള്ളത്, ലൂയിസ് ആൻഡ് വ്രെൻ. അവർ രണ്ടുപേരും ന്യൂലി മാരീഡ് ആണ്. ദേ ആർ സോ 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 ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ലൂയിസിന് എന്തൊക്കെയോ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കൽ തുടങ്ങും. അങ്ങനെ അവന് ഡയഗ്നോസ്ഡ് ആവുമ്പോൾ അവനക്കൊരു അസുഖമുണ്ട്. ആ അസുഖം കാരണം അവൻ ഒരു ഷാർക്കായി മാറുകയാണ്. സോ ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി വേൾഡിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്, ഞാൻ പറഞ്ഞില്ലേ. സോ അത് കാരണം തന്നെ അവിടെ ആൾക്കാർ ഇതുപോലെ ഡയഗ്നോസ്ഡ് ആയിട്ട് ഇതുപോലെ ഷാർക്കായിട്ടും ബേർഡ് ആയിട്ടൊക്കെ മാറും. സോ അവന്റെ അസുഖം എന്ന് പറഞ്ഞാൽ അവൻ ഷാർക്കായി മാറുകയാണ്. സോ അവന്റെ മേത്ത് ഒരുപാട് സ്കെയിൽസ് വരൽ തുടങ്ങും. പിന്നെ അതുപോലെ അവനക്ക് ബ്രീത്തിങ് ബുദ്ധിമുട്ടാവൽ തുടങ്ങും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു ലൈഫ്, ആ ഒരു ന്യൂലി മാരീഡ് ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ട് വരികയാണ്. ദേ ഹാവ് ടു സെപ്പറേറ്റ്. കാരണം വിത്തിൻ 1 year ഹി വിൽ ടേൺ ഇൻ ടു എ ഹോൾ ഷാർക്ക്. അപ്പോ അതോറിറ്റി അവനെ ഓഷ്യനിലോട്ട് റിലീസ് ചെയ്യും. സോ അത് കാരണം വ്രെന്നും ലൂയിസും തമ്മിലുള്ള ആ ഒരു അൺകംപ്ലീറ്റഡ് ലവ് സ്റ്റോറി, ആ ഒരു ഗ്രീഫ്, അതൊക്കെയാണ് ത്രൂ ഔട്ട് ദ ബുക്ക്. അവരുടെ ആ ഒരു ലവ് സ്റ്റോറി, അവരുടെ ആ ഒരു ലോങ്ങിങ്നെസ്, ആ ഒരു ആങ്സ്റ്റ്, അതൊക്കെ കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ടാണ് ഈ ബുക്കിൽ ചെയ്തിട്ടുള്ളത്. സോ ഐ റിയലി എൻജോയ്ഡ് ആ ഒരു പേർപ്പസിൽ. ബാക്കി പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സോ സില്ലി. ദ നെക്സ്റ്റ് ബുക്ക് ഐ ഹാവ് റെഡ് ഈസ് എൻ ആർക്ക്. ഒരു നെറ്റ്ഗാലി ആർക്കാണ്. അത് റിലീസ് ആയിട്ടില്ല, ഏപ്രിലിലെ പബ്ലിഷ് ആവുള്ളൂ. സോ ദ ബുക്ക് ഇസ് സ്റ്റെയർകേസ് ഇൻ ദ വുഡ്സ്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് 4 കുട്ടികളാണ്. അവര് നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അവര് ടീനേജേഴ്സ് ആയിരിക്കുമ്പോൾ അവരൊരു കാട്ടില് ഹാങ്ങിങ് ഔട്ട് ആയിരിക്കും. ആ സമയത്ത് ഒരു സ്റ്റെയർ കേസ് കാണും. അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അതില് അവര് അത് കയറി നോക്കുമ്പോൾ ഒരാള് അറ്റ് ദ എൻഡ് ഒരാള് ഡിസപ്പിയർ ആവുകയാണ്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട് ഫീലിംഗ് ആണ്. ലൈക്ക് അവരുടെ ഉള്ളിൽ ലൈക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവരുടെ ഫ്രണ്ടിനെ അവർ രക്ഷിക്കാൻ നോക്കിയില്ല എന്നുള്ള ആ ഒരു ഗിൽട്ട് അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ആഫ്റ്റർ 20 years അഗെയിൻ അവർ ആ ഒരു സ്റ്റെയർ കേസ് ഇൻ ദ വുഡ്സ് കാണുകയാണ്. ആൻഡ് ദെൻ ദിസ് ടൈം അവർ മേക്ക് ഷുവർ ദാറ്റ്
അവരുടെ ആ ഒരു ഫ്രണ്ടിന് എന്ത് സംഭവിച്ചതെന്ന് അവർ അറിയാൻ വേണ്ടിയിട്ട് പോകണം. സോ ഈ ഒരു സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡിസപ്പിയർ ആവുന്നത് ഇൻ ടു എ ഹോണ്ടഡ് ഹൗസ് ആണ്. സോ ആ ഒരു ഹൗസ് ഇവരുടെ മൈൻഡുമായിട്ട് ഒരുപാട് മെസ്സപ്പ് ആവും. സോ അതൊക്കെയാണ് സ്റ്റോറിയിലുള്ളത്. ഐ റിയലി എൻജോയ്ഡ് ആ ഒരു ഹൊറർ എലമെന്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, വർക്കായി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ക്യാരക്ടറിനോട് പോലും എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവര് പറയുന്ന പോലെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും കൺവിൻസിങ് അല്ലായിരുന്നു. അവർ തമ്മിൽ ഇത്രയും ഭയങ്കര ഭയങ്കര അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ഒന്നല്ലായിരുന്നു അവരുടെ ഇടയിൽ. സോ അവര് വീണ്ടും ഈ ഒരു ഫ്രണ്ടിന് വേണ്ടി പോവുക എന്നുള്ളത് എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. സോ അതൊക്കെയാണ് എൻ്റെ പ്രോബ്ലംസ് വിത്ത് ദിസ് ബുക്ക്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒരു ഹൊറർ ഇഷ്ടമുള്ളവർക്ക് ദിസ് വുഡ് ബി എ ഗ്രേറ്റ് റീഡ്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഡീപ് സ്കൈ. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി വായിച്ചൊരു ബുക്കാണത്. ബട്ട് ദിസ് ടേൺഡ് ഔട്ട് ടു ബി എ 2-star റീഡ് ഫോർ മീ. സോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പേസിലാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ അസൂക്ക, അവളുടെ കുറച്ച് ക്രൂമേറ്റ്സുമാണ് ഈ സ്പേസിലുള്ളത്. സോ അവര് പ്ലാനറ്റ് എക്സിലോട്ട് ട്രാവൽ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്കാണ് അസൂക്കയ്ക്കും അവളുടെ ഒരു ഫ്രണ്ടിനും ഒരു മിഷൻ ഉണ്ടാവും. ആ മിഷനിടയ്ക്ക് ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവും. സോ ആ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചത് ഈ ഒരു ക്രൂവിലുള്ള ആരോ കാരണമാണ്. അപ്പൊ അത് ആരാന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബുക്കിലുള്ളത്. സോ സ്പേസ് എലമെന്റ്സും ഉണ്ട്, ഈ ഒരു ത്രില്ലർ ആയിട്ടുള്ള ഈ ഒരു മിസ്റ്ററി എലമെന്റും ഉണ്ട്. സോ ഇത് ഞാൻ പിക്ക് ചെയ്തത് തന്നെ ഈ ഒരു മിസ്റ്ററി അണ്ടർലൈൻ അതിന്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. ബട്ട് ഇതില് മിസ്റ്ററി എലമെന്റ് പിക്ക് ചെയ്യുന്നേ ഇല്ല. ലൈക്ക് അൺടിൽ ദ എൻഡ് ഓഫ് ദ ബുക്ക് ആ ഒരു മിസ്റ്ററി എലമെന്റ് നമുക്കൊന്നും അതിലൊരു ഭാഗമല്ല. ബാക്കി ഫുൾ ഈ ഒരു സ്പേസ്, അവരുടെ ആ ഒരു ക്രൂമേറ്റ്സിന്റെ ഇടയിലുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ആ ഡ്രാമ, അതൊക്കെയാണ്. അതും അവരുടെ ഇണക്കം, അവരുടെ പിണക്കം, കൂടുതൽ പിണക്കാണ്. സോ അതൊക്കെ എനിക്ക് വായിക്കുമ്പോൾ ഭയങ്കര ഒരു ടീനേജ് ഇത് കിട്ടി. അതുപോലെ അതിന് എനിക്ക് എന്തോ സ്റ്റോറി എവിടെയും എത്താത്ത പോലെ, അതുപോലെ എന്താ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്ത, ലൈക്ക് ആ ഒരു ഭാഗം എത്താത്ത പോലെ തോന്നി. മേ ബി എന്റെ എക്സ്പെക്ടേഷൻസ് റോങ് ആയിരിക്കാം ഗോയിങ് ഇൻ ടു ഇറ്റ്. കാരണം ഞാൻ ഈ ഒരു മിസ്റ്ററി എലമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് തന്നെ. ബട്ട് അതല്ലായിരുന്നു ടോട്ടലി. ഐ വാസ് സോ ഡിസപ്പോയിന്റഡ് ബൈ ദിസ് ബുക്ക്. ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് സ്പൈ ഫാമിലി വോള്യൂം 2. ദിസ് സീരീസ് ഇസ് സോ മച്ച് ഫൺ. ബട്ട് എനിക്ക് ഈ വോള്യൂം 2-നേക്കാളും ഇഷ്ടമായത് വോള്യൂം 1 ആണ്. വോള്യൂം 2-ല് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇതിൽ മെയിൻ ക്യാരക്ടർ ട്വൈലൈറ്റ് ഒരു സ്പൈ ആണ്. അപ്പൊ അവനക്ക് ഒരു മിഷൻ ഉണ്ട്, ഒരാളുമായിട്ട് ക്ലോസ് ആവാൻ. കാരണം അയാളുടെ കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അയാള് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടതാണെന്ന് അവന് അറിയുന്നത്. അപ്പൊ ആ ഒരു സ്കൂളിൽ അവനക്കൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവനക്ക് കുറച്ചും കൂടെ ക്ലോസ് ആവാൻ പറ്റും ഇയാളോട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവനൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം. അതാണ് ആന്യ. ആന്യ ഒരു ടെലപ്പാത്താണ്. ബട്ട് ആ കാര്യം ട്വൈലൈറ്റ് അറിയുന്നില്ല. ആൻഡ് ആന്യക്ക് അപ്പൊ ഒരു അമ്മ വേണം, ബിക്കോസ് അങ്ങനെ അഡ്മിഷൻ കിട്ടുള്ളൂ. സോ അവനൊരു ഗേളിനായിട്ട് ഒരു ഡീല് കട്ട് ചെയ്യും. അങ്ങനെ അവളൊരു അസാസിൻ ആണ്. അതും ഇവർ രണ്ടുപേരും അറിയുന്നില്ല. സോ ത്രൂ ഔട്ട് ദ ഫാമിലി 3 പേരും, ഒരാൾ സ്പൈ, ഒരാൾ ടെലപ്പാത്ത്, ഒരാൾ അസാസിൻ. ബട്ട് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സീക്രട്ട് പറയുന്നില്ല. ആൻഡ് ഇറ്റ്സ് സോ മച്ച് ഫൺ. കാരണം ഈ വോള്യത്തില് കംപ്ലീറ്റ്ലി ആന്യനെ ഒരു നല്ലൊരു സ്റ്റുഡന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ട്വൈലൈറ്റ് നോക്കിയിരുന്നത്. ലൈക്ക് നല്ല പഠിക്കുന്ന ഒരാളാക്കാൻ. ബട്ട് ആന്യക്ക് പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. സോ ഇറ്റ് വാസ് സോ മച്ച് ഫൺ റീഡിങ് ഇറ്റ്. ഇവന്തോ അവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണ്. അവര് ഇന്നലെ മീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഗ്രോയിങ് ബോണ്ടിങ് വാസ് സോ മച്ച് ഫൺ റീഡിങ് ദിസ്. സോ ഐ എം റിയലി ലവിങ് ദിസ് സീരീസ്. അപ്പോ ഇതൊക്കെയാണ് ഞാൻ ജനുവരി വായിച്ച ബുക്സുകൾ. നിങ്ങൾ എന്തൊക്കെയാണ് ജനുവരി വായിച്ചത്? നിങ്ങൾക്ക് അതെങ്ങനെയായിരുന്നു? അപ്പൊ എന്റെ പോലെ ഡിസപ്പോയിന്റിങ് ആണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂ, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. And I will see you with another video. Till then, bye bye and take care.